ലഹരിയുടെ മാരകവലയത്തിൽ നിന്നും മോചിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പ്രത്യേക ലഹരി വിരുദ്ധ ദൗത്യം സംസ്ഥാനത്ത് വലിയൊരു വിപ്ലവമായി മുന്നേറുകയാണ്. ജൂൺ 2-ന് തുടക്കം കുറിച്ച ഈ സുപ്രധാന പരിപാടി വെറും ഒരു മാസത്തിനുള്ളിൽ തന്നെ ലഹരി മാഫിയയുടെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ 3000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 4500-ഓളം കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് സാധിക്കുകയും ചെയ്തതായി മന്ത്രി തന്നെ പറയുകയുണ്ടായി. ഏകദേശം 70 മുതൽ 80 കോടി വരെ വിലമതിക്കുന്ന മാരകമായ മയക്കുമരുന്നുകളാണ് ദൗത്യത്തിന്റെ ഭാഗമായി പോലീസ് സേന വിജയകരമായി പിടിച്ചെടുത്തത്. ഈ വിജയകരമായ തേരോട്ടത്തിന് പിന്നാലെ ലഹരി മാഫിയ സംഘങ്ങളെ എന്നേക്കുമായി തുടച്ചു നീക്കുന്നതിനായി തൂഫാൻ ദൗത്യത്തിൽ കടുത്ത മാറ്റങ്ങൾ വരുത്താനാണ് ആഭ്യന്തരമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന കുറ്റവാളിക്കെതിരെ കാപ്പ പോലുള്ള അതിശക്തമായ കരിനിയമങ്ങൾ ചുമത്തുമെന്നും അവരുടെ സ്വത്തുക്കൾ പൂർണ്ണമായും കണ്ടുകെട്ടാനുള്ള കർശനമായ നടപടികളിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം കടുത്ത നിയമ നടപടികളിലൂടെയും ശക്തമായ പ്രതിരോധത്തിലൂടെയും കേരളത്തെ സമ്പൂർണ്ണ ലഹരിമുക്ത സംസ്ഥാനമാക്കി മാറ്റാനാണ് ചെന്നിത്തല ലക്ഷ്യമിടുന്നത്. തൂഫാനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ മാറ്റങ്ങളെ കുറിച്ച് ചെന്നിത്തല പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ജൂൺ 2-ാം തീയതിയാണ് നമ്മൾ ഈ പരിപാടി ആരംഭിച്ചത്. ഇന്ന് ഈ ജൂൺ 2-ന് ശേഷം ഇതുവരെ 4500-ഓളം പേരെ അറസ്റ്റ് ചെയ്തു. 3000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് 70-80 കോടി രൂപയുടെ വിലയുള്ള മയക്കുമരുന്നുകൾ കേരള പോലീസ് പിടിക്കുകയുണ്ടായി. ഈ ലഹരി നമ്മളെ മരണത്തിലേക്കാണ് എത്തിക്കുന്നത്. കുറെ കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ തന്നെ 20 പേരെ ലഹരിക്ക് അടിമകളായിട്ടുള്ള 20 പേരെ ഡ്രഗ് ഡി അഡിക്ഷൻ സെന്ററുകളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ 4000-ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തു. കാപ്പ പോലുള്ള നിയമങ്ങൾ ഞങ്ങൾ ഇവരുടെ പല ആളുകളുടെ പേരിൽ നിന്ന് രജിസ്റ്റർ ചെയ്യും. അവരുടെ പ്രോപ്പർട്ടികൾ, അവരുടെ വസ്തുവകകൾ കണ്ടെത്താനുള്ള നടപടിയും സ്വീകരിക്കും എന്ന് ഈ കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇവരെ വെറുതെ വിടില്ല, ഒരു സംശയവും വേണ്ട. ഇന്ന് കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. DRA, IB, നേവി, കസ്റ്റംസ്, കോസ്റ്റൽ പോലീസ്. ഇവരെയെല്ലാം ഞാൻ തന്നെ നേരിട്ട് വിളിച്ച് വളരെ ശക്തമായ ചർച്ചകൾ നടത്തി. അവരിപ്പോൾ സജീവമായ രംഗത്തുണ്ട്. എല്ലാ പോലീസിന് 20 ജില്ലകളാണുള്ളത്. നമ്മുടെ റവന്യൂ ജില്ല 14ആണ്, പോലീസിന് 20 ജില്ലകളാണ്. 20 ജില്ലകളിലെയും പോലീസും 478 പോലീസ് സ്റ്റേഷനുകളും ഇന്ന് സജീവമായി മയക്കുമരുന്ന് വേട്ടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.